നല്ല ചൂട്, വണ്ടിക്ക് ഇച്ചിരി നേരം റെസ്റ്റ് കൊടുക്കാം. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഞാനേ ജിദ്ദയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പാർക്കിങ്ങിലൊന്ന് നിർത്തി. വലിയൊരു പ്രശ്നമാണ് ഈ വണ്ടി ചൂട് സമയത്ത് ഓടിക്കുന്നത്, ശരിയല്ലയോ? അതുപോലെ കൂട്ടുകാരെ, ഞാൻ തന്നെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടുതലും വീഡിയോസ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ. ആ വണ്ടിയെ പറ്റി ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അതിൻ്റെ സജഷനും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. അത് മറക്കല്ലേ. നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട്. പല അണ്ണന്മാരും ചേട്ടന്മാരും കുറേ വർഷങ്ങളായി വാഹനം ഓടിക്കുന്നവരുണ്ട്. മെർസിഡീസിൻ്റെ എക്സ്പീരിയൻസ് വേറെയാണ്. മെർസിഡീസ് ട്രക്ക് ചൂടത്തും തണുപ്പത്തും ഓടിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അതുപോലെ വോൾവോ ട്രക്കിന് വ്യത്യാസമുണ്ട്. അതുപോലെ മാൻ ട്രക്കിന് വ്യത്യാസമുണ്ട്. അതുപോലെ ചൈനയുടെ ട്രക്കിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ ട്രക്കുകൾക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എങ്ങനെ ചൂടത്ത് ഓടിക്കാം, എന്തുകൊണ്ടാണ് ഓവർ ഹീറ്റ് ആവുന്നത്? ഇപ്പോൾ വലിയ പ്രശ്നമാണ് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നത് കേട്ടോ. ചൂടത്തൊക്കെ ഓടിക്കുന്നതുകൊണ്ട് വണ്ടികൾ ഈ റെസ്റ്റ് കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം ഓവർ ഹീറ്റ് ആവുന്നു. ഇഞ്ചൻ ഓവർ ഹീറ്റ് ആവുന്നു. AC പിന്നെ തണുക്കത്തില്ല. അത് ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതിനെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു? ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ AC തണുപ്പ് കുറയും നല്ല ചൂടത്ത്. അതുകൊണ്ട് നമ്മൾ തണുപ്പത്ത് നിർത്തിയിടുന്നത് നല്ലത്. നല്ല ഹീറ്റായി കഴിഞ്ഞാൽ AC കുറച്ച് തണുപ്പിക്കത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇനി അതിനുള്ള നിങ്ങളുടെ കമൻറ്റുകൾ സജഷനോടെ പറഞ്ഞാട്ട് അത് എങ്ങനെ തണുപ്പിക്കാം, അല്ലെങ്കിൽ അതിനുള്ള പ്രശ്നം വരുമ്പോൾ ഓവർ ഹീറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാം, റെസ്റ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ റേഡിയേറ്റർ ചെയ്യണോ, റേഡിയേറ്ററിൽ കൂളൻ്റ് ഒഴിച്ചു കൊടുക്കണോ, വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ ബോണറ്റ് ടപ്പ് ചെയ്ത് വെക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അതുപോലെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വാഹനം ഏതാണ് അതിൻ്റെ കാര്യത്തെക്കുറിച്ചും പറയാം കേട്ടോ. പിന്നെ ഇത് സർദയാണ്. സർദ എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ പാർക്കിങ്ങാണ്. വാഹനത്തിൻ്റെ ഏകദേശം ടയറൊക്കെ പൊട്ടി പിന്നെ ചൂടത്തെ വലിയ വിഷയങ്ങളായിട്ടോ. ടയർ കണ്ടറിനൊക്കെ നല്ല ലോഡായിരിക്കും, 10, 25, 29 ടണ്ണും ഒക്കെയാണ്. അതുകൊണ്ട് ചൂട് സമയത്ത് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. ടയറൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. ഈ ടയറിൻ്റെ വിഷയങ്ങളുണ്ട് കേട്ടോ. ഈ സമയത്ത് ചൂടത്ത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, ടയർ നല്ല ചൂടാവും, ഹീറ്റാവും, ടയർ പൊട്ടും. അതുകൊണ്ട് വണ്ടിക്ക് ഇഞ്ചിന് റെസ്റ്റ് കൊടുക്കണം, ടയറിന് റെസ്റ്റ് കൊടുക്കണം. ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ ഓടിച്ച് കഴിയുമ്പോൾ നല്ല ചൂടത്തൊന്ന് നിർത്തി ടയറൊക്കെ ഒന്ന് തൊട്ട് നോക്കണം കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ടയർ പഞ്ചറായി അതുകൊണ്ട് അണ്ണന്മാർ മാറുന്നു, ടയറൊക്കെ മാറുന്ന കണ്ടോ. ടയർ നമ്മളിങ്ങനെ തൊട്ട് നോക്കണം. തൊട്ട് നോക്കാൻ മനസ്സിലാവും. ചൂടൊക്കെ നല്ലവണ്ണമൊക്കെ ആവുകയാണെങ്കിൽ അതിന് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾ എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് ചൂട് സമയത്ത്, അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഓക്കെ, നല്ലതായിരിക്കും. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഇതിലോരോ കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. എങ്ങനെ വണ്ടി ഓടിക്കണം, വണ്ടിയുടെ ഇഞ്ചൻ ഓവർ ഹീറ്റ് ആകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഏതൊക്കെ വണ്ടികളാണ് കൂടുതൽ ഇഞ്ചൻ ഓവർ ഹീറ്റ് ആവുന്നത്. മെർസിഡീസിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. MP4 മെർസിഡീസിൻ്റെ ഏത് വണ്ടിയും ഓവർ ഹീറ്റ് ആവുന്നുണ്ട് കൂടുതലായിട്ട്. അതുപോലെ വോൾവോ ഓവർ ഹീറ്റ് ആവാറുണ്ടോ, സ്കാനിയ ഓവർ ഹീറ്റ് ആവാറുണ്ടോ, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ കൂട്ടുകാരെ. പിന്നെ അതുപോലെ ചൂടത്ത് മെർസിഡീസിൻ്റെ AC ചിലപ്പോൾ വർക്കിംഗ് കുറയ്ക്കും. വോൾവോയ്ക്ക് അത് പ്രശ്നമില്ല. എന്തായാലും അതെല്ലാം നിങ്ങൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഒരു സജഷനൊക്കെ പറഞ്ഞാട്ട്. അപ്പോൾ ആയിക്കോട്ടെ, ഈ റൂട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ ജിദ്ദയിലോട്ട് പോവുകയാണ്. താങ്ക് യു.